എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ യൂണിറ്റ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആ പാഠഭാഗത്തിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ്. അതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ദി പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ? ഓണം സെലിബ്രേഷന് നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടെന്ന്. പൂക്കളിടാറുണ്ട്, സദ്യ, പിന്നെ ഓണക്കടി, ഓണത്തറ്റ്, ഓണപ്പാട്ടൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ട് അല്ലേ. പിന്നെ ഊഞ്ഞാലുണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഫ്രം വെർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഗ്രാൻഡ് പേരൻസ്, പേരൻസ്, എൽഡേഴ്സ്, ബുക്സ്. എന്താ ഗ്രാൻഡ് പേരൻസും ബുക്സിൽ നിന്നും മുതിർന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് നമുക്കിത്. കൾച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഇന്നേറ്റ്. We acquire culture through the process of socialization that happens through interactions with the family, schools, peers, and society. We learn how to respect others, usually from our family. എന്താ ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല കുടുംബം, സംസ്കാരം. ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല സംസ്കാരം. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹികരണ പ്രക്രിയ വഴി ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. കൾച്ചർ പ്ലേസ് ആൻഡ് how to behave in society is learned from family, school, peers, and the society. Culture plays an important role in shaping society and individuals. Culturation is an individual's learning and habitualizing their own culture. എന്താ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും പഠിക്കുന്നു. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നത് ആണ് സ്വസംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്. എന്നൊക്കെ വാട്ട് ആർ സം ഓഫ് ദി കൾച്ചറൽ പ്രാക്ടീസസ് യു ലേൺഡ്? എങ്ങനെയാണ് നമ്മൾ ചില പഠിച്ചെടുത്തുള്ള സംസ്കാര രീതികളുണ്ട്. എന്തൊക്കെ സംസ്കാര രീതികളാണ് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളത് പരമ്പരയായിട്ട്? സ്റ്റാൻഡിങ് അപ്പ് വെൻ എൽഡേഴ്സ് കംസ്. നമ്മൾ മുതിർന്നവർ വരുമ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് നമുക്കിരിക്കാം, എഴുന്നേറ്റ് നിൽക്കാണ്ടിരിക്കും. സേയിങ് ഗുഡ് മോർണിംഗ്. മുതിർന്നവർ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ വിഷ് ചെയ്യുക. പ്രേ ഇൻ ദ മോർണിംഗ്, ഈവനിങ്. രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. അതൊരു സംസ്കാരത്തിൽ പരമ്പരാഗതമായിട്ട് സംസ്കാരം ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുക, മുതിർന്നവർ കാണുമ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, ബിഹേവ് ചെയ്യുക. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഓണം ഫീസ്റ്റ്? ഓണത്തിൻ്റെ ഫുഡിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നോക്കാം. ഫുഡ് വിൽ ബി സെർവ്ഡ് ഓൺ ബനാന ലീഫ്. ബനാന ലീഫിലാണ് ഫുഡൊക്കെ വിടുമ്പോൾ. പിന്നെ സ്വീറ്റ് പായസം എലോങ് വിത്ത് എ ലോട്ട് ഓഫ് കറീസ്. കുറേ പായസം ഉണ്ടാവും, പിന്നെ കുറേ തരം വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, കറികളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. വാട്ട് ഓൾ സിമ്പിൾസ് ഡു യു നോ? നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും പ്രതീകങ്ങളുണ്ട്. ദേശീയഗാനം, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ബേർഡ്, നാഷണൽ അനിമൽ. ഈ പിക്ചർ കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മാരേജിനുള്ള പുതുമയാർന്ന കാര്യങ്ങൾ നോക്കാം. ചേഞ്ചസ്. മുത്തശ്ശിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു ചേഞ്ചസ്. മാരേജ് റിസപ്ഷൻ, സേവ് ദ ഡേറ്റ്, ഹൽദി, ഡാൻസ് ബൈ ബ്രൈഡ്, ബ്രൈഡ് ഗ്രൂം, മേക്കപ്പ്, ഫോട്ടോഷൂട്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്. തെയ്യം ഈസ് എ കോസ്റ്റ്യൂമറി ആർട്ട് ഫ്രം നോർത്തേൺ കേരള. വടക്കൻ കേരളത്തിൽ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ഇറ്റ് ഇൻവോൾവ്സ് ഡൈവേഴ്സ് റിച്വൽസ്. ദ ഫസ്റ്റ് റിച്വൽ ഇൻ തെയ്യം ഈസ് അടയാളം കൊടുക്കൽ, വിച്ച് ഇൻവോൾവ് ഷെഡ്യൂളിംഗ് ദാറ്റ് ഡേറ്റ് ഫോർ തെയ്യം ആൻഡ് പ്രിപ്പയറിംഗ്
ദ ആർട്ടിസ്റ്റ് ടു ഡൺ ദി കോസ്റ്റ്യൂം. എന്താ വൈവിധ്യപൂർണമായ ഒരു ചടങ്ങുകളിലൊന്നാണ് തെയ്യം. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ചിട്ട് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാനായിട്ട് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഫസ്റ്റത്തത്. അതിന് അടയാളം കൊടുക്കൽ എന്നാണ് പറയുന്നത്. ദ ആർട്ടിസ്റ്റ് പെർഫോമിംഗ് തെയ്യം ഒബ്സർവ്സ് വ്രതം ഫോർ 1 to 7 days. തെയ്യം കെട്ടുന്ന ആൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കുന്നു. തെയ്യം ഈസ് പെർഫോംഡ് അറ്റ് കാവ് ആൻഡ് അതർ പ്ലേസ് വൺസ് എ ഇയർ. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ദ തെയ്യം ദാറ്റ് എക്സിസ്റ്റ് ഇൻ മോഡേൺ ടൈംസ് ആർ വില്ലേജ് സൈറ്റ്സ് ദാറ്റ് proclaim the continuity of customs and cultural vibrancy. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഒരു ഗ്രാമക്കാഴ്ചയാണ്. ഇതിൻ്റെ നോക്കാം. യു ഹാവ് റീഡ് അബൌട്ട് ദ കസ്റ്റംസ് റിലേറ്റഡ് ടു ദി പെർഫോമൻസ് ഓഫ് തെയ്യം. വാട്ട് ആർ ദേ? തെയ്യത്തിൻ്റെ അവതരണമായിട്ട് ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് എന്തൊക്കെയാണവ നോക്കാം. അടയാളം കൊടുക്കൽ, വ്രതം, കാവ്, കോസ്റ്റ്യൂം, ഇതൊക്കെയാണ് ഡിഫറൻസ് ആയിട്ടുള്ള തെയ്യത്തിൻ്റെ പേരുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. വിച്ച് ഈസ് ദീസ് ആർ നോൺ കേരള ഡിഷസ്. നമ്മുടെ കേരളത്തിലെ ഡിഷസ് ഏതൊക്കെയാണെന്ന് മീൽസ്, പുട്ട്, ചപ്പാത്തി, ദോശ, അപ്പം, ചിക്കൻ കറിയൊക്കെ നമ്മളുടെയാണ്. ബാക്കിയുള്ളതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.